ഓരോ ഫേസസും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകണമെങ്കിൽ നമുക്ക് ഒരു 6 hours എങ്കിലും ആക്ച്വലി വേണം. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് നോ യുവർ സ്റ്റേറ്റ്, അതായത് അവയർനെസ്. അവയർനെസ് അതായത് നമ്മളിപ്പോ ഏത് സ്റ്റേറ്റിലാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു ദിവസം നമ്മുടെ മനസ്സിൽ വരുന്ന തോട്ട് എന്ന് പറയുന്നത് ഏകദേശം 60,000-ഓളം തോട്ട്സ് ആണ് ഒരു മനുഷ്യന്റെ ബ്രെയിനിൽ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റഡീസ് പറയുന്നത് ഈ 60,000 തോട്ടില് ഏകദേശം 90% റിപ്പീറ്റഡ് തോട്ട്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഇന്നലെ ചിന്തിച്ചതും അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ചിന്തിക്കുന്നതുമായ അതേ തോട്ട്സ് തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ റിപ്പീറ്റ് ചെയ്യുന്ന ഇതേ തോട്ട്സ്, അതായത് നമ്മുടെ തോട്ട്സ് മാറിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യും. നമ്മുടെ ചിന്തകൾ മാറിയില്ലെങ്കിൽ, നമ്മൾ 90% ചിന്തിക്കുന്നത് ഒരേ ചിന്തകളാണെങ്കിൽ നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതും ഒരേ തരത്തിലുള്ള ചിന്തകൾ തന്നെയായിരിക്കും. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് നോ യുവർ സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് അവയർനെസ്. നിങ്ങളുടെ അവയർനെസ്, നിങ്ങളുടെ ബോഡിയെ പറ്റിയാണ് നിങ്ങൾ ആദ്യം അവെയർ ആവുന്നത്. നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് തരുന്ന സിഗ്നൽ എന്താണെന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ അതിന് ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്, ഇവിടെ 3 ലെവൽ ഓഫ് ആളുകളുണ്ട്. ഫസ്റ്റ് ലെവൽ ആളുകൾ എന്ന് പറയുന്നത് ലെവൽ 1. ഞാൻ പറയുന്നത് അവരെപ്പോഴും ഒരു വിക്ടിം മെന്റാലിറ്റി ഉള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ അവരെപ്പോഴും സഫറിങ്ങിനെ പറ്റി എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ അവരുടെ ഒരു 90% ചിന്തകളും എന്ന് പറയുന്നത് ഒന്നുകിൽ സാഡ്നസ്, ദുഃഖം, അല്ലെങ്കിൽ റിഗ്രറ്റ്, നമുക്ക് കുറ്റബോധത്തില്, വെറുപ്പ്, ഷെയിം, ഒരു ലോ സെൽഫ് എസ്റ്റീം, നമ്മൾ സെൽഫ് എസ്റ്റീം ഇല്ലാത്ത അവസ്ഥ, ഭയം, നമുക്കൊരു തൃപ്തിയില്ലാത്ത ജീവിതം, ഇൻഗ്രാറ്റിറ്റ്യൂഡ്, ഫ്രസ്ട്രേഷൻ. നമ്മളിപ്പോ ജീവിക്കുന്ന സിറ്റുവേഷൻ കംപ്ലീറ്റ് ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, അതായത് അവർക്ക് എപ്പോഴും കംപ്ലൈന്റ് ആയിരിക്കും. പിന്നെ ഡൗട്ട്, എപ്പോഴും നമുക്ക് സംശയമായിരിക്കും, എനിക്ക് നന്നാവാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് വിജയിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ സംശയമായിരിക്കാം. കംപ്ലൈനിങ്, അൺസാറ്റിസ്ഫൈഡ്, ഇങ്ങനെയുള്ള ആളുകൾ എന്ന് പറയുന്നത് ലെവൽ 1 ആളുകളാണ്. ഈ ലെവൽ 1 ആളുകൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ തന്നെയായിരിക്കും. കാരണം അവരുടെ ജീവിതത്തിലേക്ക് അവരെപ്പോഴും അട്രാക്ട് ചെയ്യുന്നത് ഇതേ ഫ്രീക്വൻസി ആയിരിക്കും. ഇതേ ഫ്രീക്വൻസിയിലുള്ള ആളുകളായിരിക്കും അവർ അട്രാക്ട് ചെയ്യുന്നത്. ഇതേ ഫ്രീക്വൻസിയിലുള്ള ഇവന്റ്സ് ആയിരിക്കും അവർ അട്രാക്ട് ചെയ്യുന്നത്. ഇതേ ഫ്രീക്വൻസിയിലുള്ള സിറ്റുവേഷൻ ആയിരിക്കും അവർ അട്രാക്ട് ചെയ്യുന്നത്. ലെവൽ 2 ആളുകൾ എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ആളുകളായിരിക്കും. ഒരു 80% അല്ലെങ്കിൽ ഒരു 60% ആളുകളും ഏകദേശം ഈ ലെവൽ 2 ആളുകളാണ്. ലെവൽ 2 ആളുകൾ എന്ന് പറയുന്നത് അവർ ഹാർഡ് വർക്കിംഗ് ആണ്. അവരുടെ വിൽ പവറിൽ അവർക്ക് നല്ല വിശ്വാസമുണ്ട്. അവരൊരു കാര്യം വിചാരിച്ച് അവർക്ക് നേടാനുള്ള കഴിവുണ്ട്. അവരിൽ തന്നെ അവർക്കൊരു നല്ല ആത്മവിശ്വാസമുണ്ട്. അവർ ധൈര്യശാലികളാണ്, അവർക്ക് ഹോപ്പ് ഉണ്ട്. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ വളരെ ലോജിക്കലായിട്ടുള്ള ആൾക്കാരാണ്. ലോജിക്കലായിട്ടുള്ള ആളുകളെന്ന് ഞാൻ പറയുമ്പോൾ ഇവർക്കൊരു കാര്യം നേടണമെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും ചോദിക്കും ഹൗ, എങ്ങനെ ഇത് പറ്റും എന്നുള്ളത്. അതായത് എനിക്കിപ്പോ ശമ്പളം 50,000 രൂപയാണ് എനിക്ക് ശമ്പളം എന്നുണ്ടെങ്കിൽ ഞാൻ ഹൗ എന്നുള്ളൊരു ചോദ്യം ചോദിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് 50,000 രൂപ ശമ്പളം എല്ലാ മാസവും കിട്ടുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഒരു വീട് വെക്കുകയാണെങ്കിൽ ഈ 50,000 രൂപയിൽ എനിക്ക് കിട്ടാവുന്ന ഒരു ലോൺ വെച്ചിട്ട് ഞാൻ പണിയുന്ന ഒരു വീടാണ് ഈ ലെവൽ 2 ആളുകൾ എപ്പോഴും സ്വപ്നം കാണുള്ളൂ. അപ്പൊ അവരൊരു കാറ് വാങ്ങിക്കാനാണ് അവർ ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് വാങ്ങാൻ പറ്റുന്ന കാറ്, അവർക്ക് ഈ ശമ്പളത്തിൽ വാങ്ങാൻ പറ്റുന്ന ഒരു കാറ് മാത്രമായിരിക്കും അവർ സ്വപ്നം കാണുക. കാരണം അവർക്ക് ഹൗ എന്നുള്ളൊരു ചോദ്യം എല്ലായിടത്തും ഉണ്ട്. ഇവർ വളരെ ഹാർഡ് വർക്കിംഗ് ആണ്, എപ്പോഴും ഇവരുടെ വിൽ പവറിൽ ഇവർക്ക് നല്ല വിശ്വാസമുണ്ട്. ഇത് ലെവൽ 2 ആളുകൾ. ഈ ലെവൽ 3 ആളുകൾ എന്ന് പറയുന്ന ആളുകൾ, ഇവര് എന്ന് പറയുന്നത് വളരെ ജോയ്ഫുൾ ആയിട്ടുള്ള ആളുകളായിരിക്കും. അവരുടെ ഒരു ഏറ്റവും അവർ വളരെ ലവ് എന്ന് പറയുന്ന അവരുടെ എപ്പോഴും ലവിന്റെ ഒരു വലിയ എക്സ്പ്രഷൻ അവർക്കുണ്ടായിരിക്കും. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അവർ ഒരു ബേസിക് കാര്യമായിരിക്കും. എല്ലാ കാര്യത്തിലും അവർക്ക് ജീവിതത്തിൽ ഓരോ ചെറിയ കാര്യത്തിലും അവർ വളരെ ഗ്രാറ്റിറ്റ്യൂഡ് അവർ സ്വീകരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്രീഷിയേറ്റീവ് ആയിരിക്കും. മറ്റുള്ളവരുടെ ഓരോ നല്ല കാര്യത്തെയും അവർ വളരെ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും. അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന അബണ്ടൻസിലായിരിക്കും. അബണ്ടൻസിൽ ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവര് എപ്പോഴും പണം എന്ന് പറയുന്നത് അവരിലേക്ക് ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് പണം ചെലവാക്കാനും ബുദ്ധിമുട്ടില്ല. നല്ല കാര്യങ്ങൾക്ക് അവർ പണം ചെലവാക്കും. അതുപോലെ തന്നെ അവർ സേവിങ്സ് അല്ല, അവർ പണം ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ് അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചേക്കാം. നിങ്ങൾ ജസ്റ്റ് ഒരു ബ്രീത്ത് എടുത്തിട്ട് ഇവര് ഏത് സ്റ്റേറ്റിലാണ് നിങ്ങളുള്ളത് എന്ന് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യൂ.